വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച സജന സജീവൻ ജന്മനാട്ടിൽ തിരിച്ചെത്തി. വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയത്. ഇന്ത്യൻ ടീം എന്ന സ്വപ്നത്തിലേക്കുള്ള കാൽവയ്പായിരുന്നു WPL എന്ന് സജന പറഞ്ഞു. സുജിത് അയ്യപ്പത്തിൻ്റെ റിപ്പോർട്ട്. വനിതാ പ്രീമിയർ ലീഗിൽ അഭിമാന താരമായിരിക്കുകയാണ് സജന സജീവൻ. കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ഹോം ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് വളർന്നത്. ആ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. 2011 ഡിസ്ട്രിക്ട് മാച്ച് മച്ചാൻ സാർ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഒരു ക്യാമ്പിലാണ് ഞാൻ വരുന്നത്, എന്നെ കണ്ട് പിടിക്കുന്നത് എൽസമ്മ ടീച്ചറിലൂടെ. അതിനുശേഷം ഇവിടെ WDCA ഈ കൃഷ്ണഗിരി ഗ്രൗണ്ടാണ് എൻ്റെ ക്രിക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും എന്നെ ക്രിക്കറ്റിലേക്ക് പിടിച്ചു നിർത്താനും ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച ഒരു പ്ലേസ് ഇതാണ്. അപ്പോൾ ആദ്യം തുടങ്ങിയത് ഇവിടുന്ന് തന്നെ ഇപ്പോൾ ഒരു സ്വീകരണം ഏറ്റുവാങ്ങി നിൽക്കുന്നതിൽ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. പിന്നെ ഈ എൻ്റെ ഒരു വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എൽസമ്മ ടീച്ചറിൽ തുടങ്ങി ഇപ്പം നിലവിലുള്ള രാജഗോപാൽ സാർ വരെ ഉള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ ക്രിക്കറ്റ് ലൈഫിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവരെ കോച്ചസ് മാത്രമായിട്ടല്ല, ഫിസിയോസ്, ട്രെയിനേഴ്സ്, നമ്മുടെ ന്യൂട്രീഷനിസ്റ്റ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ ഒരു സമയത്ത് ഓർക്കുന്നു. അവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. WPL കളിച്ചിട്ട് ഈ ഒരു എൻ്റെ ഹോം ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുന്നത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഒരു നെക്സ്റ്റ് ഇന്ത്യൻ ടീമിലേക്ക് എത്താനുള്ള ഒരു വേദിയായിട്ട് WPL മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ അതിലെ അവസാന 6 അത് വലിയ രീതിയിൽ വൈറലാണ്. അത് വളരെ ഇപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. ആ ഒരു സമയത്തെ ആ ഒരു സന്ദർഭത്തെ എങ്ങനെയാണ്, അതായത് ഈ 6 അടിക്കുന്നതിന് മുമ്പ് ഒരു ബോളാണ് ആകെ ചേസ് ചെയ്തത്, 6 അടിച്ചു, അത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? 6 അടിക്കണം എന്ന് തന്നെ വെച്ചിട്ടാണ് പോയത്. കാരണം ഒരു ബോൾ അറിയാൻ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ എൻ്റെ പാർട്ട്ണർ അവിടെ പറഞ്ഞത് 4 അടിക്കണം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ എൻ്റെ സ്ലോട്ടിലാണെങ്കിൽ, അതായത് എൻ്റെ അടിക്കാൻ പറ്റുന്ന ബോളാണെങ്കിൽ എന്തായാലും ഞാൻ അടിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാവണം, ആ ഒരു വിശ്വാസം കൊണ്ടാവണം ഞാൻ ആ ഒരു ബോൾ എനിക്കപ്പോൾ ജഡ്ജ് ചെയ്ത് അടിക്കാൻ വേണ്ടി സാധിച്ചത്. പക്ഷെ ആ ഒരു ജയത്തോടെ നമ്മുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ ആദ്യ മാച്ച് തന്നെ ഒരു വിന്നിങ് ടോണോടെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻറ്റ് വളരെ കൂടുതലാണ്. സജനയുടെ അച്ഛനും അമ്മയും, എന്താണ് മകളുടെ ഈ നേട്ടത്തെക്കുറിച്ച് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനവുമുണ്ട്. അവൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത വ്യക്തിയാണ് അവൾ. കാരണം നമ്മുടെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ തന്നെയാണ് അവൾ പ്രാക്ടീസ് ചെയ്യുന്നത്. രാവിലെ അവിടെ നിന്ന് വരും, വൈകുന്നേരം ഇവിടെ നിന്ന് തിരിച്ചു പോകും. ഇന്ത്യൻ ടീം എന്ന സ്വപ്നത്തിലേക്ക് സജന എത്തട്ടെ. എല്ലാ ആശംസകളും. റിവിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.